ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. വീഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വീക്ക് ഓപ്പണിംഗ് ആണ് ഏഷ്യയിൽ. ഇന്ന് എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ജപ്പാൻ, സൗത്ത് കൊറിയ, തായ്വാനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ചൈനീസ് ഇൻഡെക്സുകൾ, പല ഇൻഡെക്സുകളും 14-15 ഇയർ ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് പൊതുവെ ഒരു സെല്ലിംഗ് പ്രഷറാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം അടുത്തൊന്നും തന്നെ ഒത്തുതീരുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. വീണ്ടും ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ താഴെയാണ്. ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന എൻവിഡിയ, ടെസ്ല, മൈക്രോസോഫ്റ്റ് ഈ സ്റ്റോക്കുകളാണ്. അതേസമയം എൻവിഡിയ ഇന്നലെ $211.5 പെർ ഷെയർ വരെ ഉയർന്നിരുന്നു. ഒപ്പം ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $292.13 പെർ ഷെയർ വരെ ഉയർന്നിരുന്നു. അതോടൊപ്പം ആൽഫബറ്റും ഇന്നലെ $400.10 പെർ ഷെയർ ഒക്കെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൽഫബറ്റിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4.8 ട്രില്യൺ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന എൻവിഡിയ ആണ്. $5.14 ട്രില്യൺ ആണ്. ആപ്പിളിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4.21 ട്രില്യൺ ആണ്. ഒപ്പം നമ്മൾ ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ, ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്ത്യയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ്. അതേസമയം സ്മാർട്ട് ഫോണുകൾക്കൊക്കെ ചിപ്പുകൾ സപ്ലൈ ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ ചിപ്പുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ക്വാൾകോം ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഓപ്പൺ AI ആയിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. AI റിലേറ്റഡ് ചിപ്പ് സപ്ലൈക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ക്വാൾകോമിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതുവരെ സ്മാർട്ട് ഫോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു കമ്പനിയാണ്. അത് മാറി AI റിലേറ്റഡ് ഹാർഡ്വെയറുകളിലേക്കും ചിപ്പ് സപ്ലൈ ആരംഭിക്കാൻ പോവുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഹാർഡ്വെയർ സ്റ്റോക്കുകളിലൊക്കെ ഇന്നലെ സ്ലൈറ്റ് സെല്ലിംഗ് പ്രഷറാണ് കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് കണ്ടാൽ മതി. അമേരിക്കയിലെ US പ്രസിഡന്റിന്റെ 10% ഗ്ലോബൽ താരിഫിനെ പാർഷ്യലായിട്ടൊരു US ട്രേഡ് കോർട്ട് ബാൻ ചെയ്തിരിക്കുകയാണ്. ഫർദർ മറ്റ് രാജ്യങ്ങൾക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്ലോബൽ താരിഫും ബാൻ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് താരിഫ് റിലേറ്റഡ് കോർട്ട് റൂളിംഗ് എല്ലാം തന്നെ ട്രംപിന് അഗൻസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ നല്ല വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ട്. ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $4,713 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ്. സിൽവർ ട്രേഡ് ചെയ്യുന്നത് $79.55 പെർ ഔൺസിനാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും അത്തരത്തിലൊരു സെന്റിമെന്റ് തന്നെയാണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ $102 പെർ ബാരലിലേക്ക് വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ $97.5 പെർ ബാരൽ വരെയൊക്കെ താഴെ വന്നിരുന്നു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ് വീണ്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ മുന്നേറ്റം ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഇത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച പോലെയുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടത്. ഇന്ന് വീണ്ടും ഒരു വീക്ക് സെന്റിമെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ, ഇസ്രായേൽ സംഘർഷം റിലേറ്റഡ് ആയിട്ടുള്ള പല ന്യൂസുകളും വരും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ പാകിസ്ഥാൻ മുഖേന വീണ്ടും പ്രപ്പോസൽസ് സംബന്ധിച്ച് റിപ്ലൈ നൽകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ന്യൂക്ലിയർ പവർ ജനറേഷനിലെ ന്യൂക്ലിയർ പവർ എഫർട്ടിൽ നിന്ന് ഇറാൻ പിന്മാറാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും അമേരിക്കനെ സംബന്ധിച്ച് വളരെ ടഫായിട്ടുള്ള ഡേയ്സ് തന്നെയാണ്. അവരുടെ 3 വാർഷിപ്പുകൾക്ക് നേരെയും ഇന്നലെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം ഇറാനിൽ വലിയ രീതിയിലാണ് ഇന്നലെ US ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘർഷം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ സംഘർഷമാണ് ഗ്ലോബലി ഇപ്പോൾ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് നിലകൊള്ളുന്നത്. അതേസമയം സെമി കണ്ടക്ടർ സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ AI റിലേറ്റഡ് ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നേറിയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് മാർക്കറ്റുകളിൽ ഒരു പോസിറ്റീവ് ബയാസ് ഇപ്പോഴും കാണുന്നത്. പക്ഷേ ഈ സംഘർഷം വീണ്ടും നീണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് പ്രത്യേകിച്ച്
ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ഹൈറ്റ് ചെയ്ത് മുന്നേറുന്നൊരു മാർക്കറ്റാണ് സൗത്ത് കൊറിയൻ മാർക്കറ്റും. ഈ മാർക്കറ്റുകളിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ കാണാനുള്ള സാധ്യതകളുണ്ട് ഈ സംഘർഷം നീണ്ടു പോവുകയാണെങ്കിൽ. ഇന്നലെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 94.77 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. മൂഡീസ്, വേദാന്ത ഗ്രൂപ്പ്, ഡിമർജഡ് കമ്പനികളും അതുപോലെ തന്നെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് വേദാന്ത ലിമിറ്റഡ് അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഡിമർജഡ് കമ്പനികളിലെ വേദാന്ത അലുമിനിയം ഈ കമ്പനികളുടെയൊക്കെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുകയാണ്. ഒപ്പം ഗ്ലോബൽ ബ്രോക്കറേജസ് എല്ലാം തന്നെ സം ഓഫ് ദ പാർട്സ് വാല്യുവേഷൻ വേദാന്തയുടെ സ്റ്റോക്കുകൾക്ക് 1000-1100 വരെയൊക്കെയാണ് ടാർഗറ്റ്സ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ടാർഗറ്റുകളൊക്കെ പ്രിഡിക്റ്റ് ചെയ്തിരുന്നതാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത 2 വർഷത്തിനുള്ളിൽ എല്ലാ വേദാന്ത കമ്പനികളും, അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് വേദാന്ത അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികളുടെയൊക്കെ ടോട്ടൽ വാല്യൂ ഒരു പക്ഷേ 1800-2000 രൂപ പെർ ഷെയറിലേക്കൊക്കെ ഉയരാനുള്ള ചാൻസസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ധാരാളം വേദാന്ത സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് നല്ല ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നലെ Q4 റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ BSE വീണ്ടും ഔട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ്. റണ്ണിങ് ക്വാർട്ടറിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഏപ്രിൽ മാസത്തിൽ BSE NSEനെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. ആവറേജ് ഡെയിലി ടേൺ ഓവറിൻ്റെ കാര്യത്തിൽ F&O സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും BSE സ്റ്റോക്ക് ഇപ്പോഴത്തെ ഒരു EPS അതുപോലെ തന്നെ പ്രൊജക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ BSEയുടെ സ്റ്റോക്കും ഒരുപക്ഷെ 4500-5000 ലെവലിലേക്കൊക്കെ അടുത്ത മാസങ്ങളിൽ ഉയരാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ NSEയുടെ റിസൾട്ടും കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നു. NSE ഇത്തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതകളുണ്ട്. അൺലിസ്റ്റഡ് മാർക്കറ്റിൽ NSEയുടെ സ്റ്റോക്കും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മറ്റു സ്റ്റോക്കുകൾ നല്ല Q4 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള KP എനർജി അതുപോലെ തന്നെ വിജയ ഡയഗ്നോസ്റ്റിക്സ്, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ലുപ്പിൻ, NRB ബെയർസ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെയാണ് ഇന്നലെ Q4 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ധാരാളം Q4 റിസൾട്ടുകളുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ടൈറ്റൻ ഉണ്ട്, കല്യാൺ ജുവല്ലേഴ്സ് ഉണ്ട്, ടാറ്റ കൺസ്യൂമർ ഉണ്ട്, അർബൻ കമ്പനി ഉണ്ട്, സ്വിഗ്ഗി, MCX, ABB, ബാങ്ക് ഓഫ് ബറോഡ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഇന്ന് Q4 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 9.99% അക്വയറാനായിട്ട് കോട്ടക് മഹീന്ദ്ര ബാങ്കിന് RBI പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേസ് ക്യാമറാസ് മുഴുവൻ AI എനേബിൾഡ് ക്യാമറാസ് ആക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. AI എനേബിൾഡ് ക്യാമറാസ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പൊതുവേ ധാരാളം ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് നോക്കുകയാണെങ്കിൽ സെമാഗ്ലൂറ്റൈഡ് വെയിറ്റ് ലോസ് ഡ്രഗ് ആണ്. ഡയബറ്റീസ് 2 വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഡ്രഗ് ആണ്. ഇത് ലോഞ്ച് ചെയ്തിരുന്നു. പാറ്റന്റഡ് വേർഷൻ എക്സ്പയറി ആയപ്പോൾ ജനറിക് വേർഷനൊക്കെ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിരുന്നു ഇന്ത്യയിൽ. ടോറൻ ഫാർമയാണ് 38% മാർക്കറ്റ് ഷെയർ ഇതുവരെ കൈയടക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ടോറൻ ഫാർമനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓറൽ അതുപോലെ തന്നെ ഇഞ്ചക്ഷൻസ് ഈ 2 കാറ്റഗറിയിലും ടോറൻ ഫാർമ പ്രസന്റ് ആണ്. ടാബ്ലറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസ് പോസിറ്റീവ് ആണ്. ടോറന്റിന് ശേഷം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സൈഡസ് ലൈഫും അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസും ഒക്കെ തന്നെയാണ്. പക്ഷെ ലോങ് റണ്ണിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റ് ഷെയർ ഓറൽ സെഗ്മെന്റിൽ നിന്ന് കൈയടക്കിയിട്ടുള്ള ടോറൻ ഫാർമേനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. IIFL ക്യാപിറ്റൽ സർവീസസ് ലിമിറ്റഡിലെ ഫെയർഫാക്സ് മെജോറിറ്റി സ്റ്റേക്ക് എടുക്കുകയാണ്. 350 രൂപ പെർ ഷെയർ ആണ് ഫെയർഫാക്സ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഓഫറും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ് IIFL ക്യാപിറ്റൽ സർവീസസിനെ സംബന്ധിച്ച്. ഈ ന്യൂസ് പൊതുവെ പോസിറ്റീവ് ആണ്. മറ്റ് NBS റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ സമ്മാൻ ക്യാപിറ്റല് അതുപോലെ തന്നെ പുനാവാല ഫിൻകോർപ്പ്, ബജാജ് ഫൈനാൻസ് ഓൾമോസ്റ്റ് എല്ലാ NBFC സ്റ്റോക്കുകളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റേക്ക് അക്വിസിഷൻസ് പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് സെക്ടറിനൊക്കെ നൽകാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഒപ്പം ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് സെബി പല
അന്വേഷണമൊക്കെ നടത്തിയിരിക്കുന്നു. അതൊക്കെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് എംബസി ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് തന്നെയാണ്. അതേസമയം Q4 റിസൾട്ടുകളും ആനുവൽ റിസൾട്ടുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് ഇന്ത്യയിൽ. ഒപ്പം അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന Q1 റിസൾട്ടുകളും ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ശല്യം പ്രശ്നമൊന്നും തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മറിച്ച് ഒരു ഡിപ്പ് ബൈയിങ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.